അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നോവയാണിത്. ഇന്നോവയ്ക്ക് ഇത്തിരി അല്പം പാച്ച് വർക്ക് കൂടുതലാണ്. പാച്ച് വർക്ക് നല്ല ഡെൻറ്റിങ് കൂടുതലാണ്. കണ്ട ബാക്കിൽ നോക്കുമ്പോൾ ഡിക്കി തന്നെ ഒരു വശപ്പശക്കാണ്. പേപ്പർ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ റണ്ണിങ് ബോർഡും ഡോറും ഉള്ളിൽ പോയിട്ടുണ്ട്. പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ സിൽവർ ഇന്നോവ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടോ. ഒരുപാട് പാച്ച് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. പാച്ച് എന്ന് പറഞ്ഞാൽ ഡെൻറ്റിങ് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. എല്ലാ ഡോറും എല്ലാ റണ്ണിങ് ബോർഡായാലും അതുപോലെ തന്നെ ക്വാർട്ടറായാലും നല്ല ഡെൻ്റ് ഉണ്ടായ വണ്ടിയാണ് ഇത്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഡെൻറ്റിങ് ഫുള്ളായിട്ട് തന്നെ തീർത്തു. ഡെൻറ്റിങ് പുള്ളർ യൂസ് ചെയ്തിട്ട് എല്ലാ ഡെൻറ്റിങ്ങും ചെയ്താണിത്. ബാക്ക് ഡിക്കായാലും ക്വാർട്ടറായാലും അതുപോലെ തന്നെ റണ്ണിങ് ബോർഡായാലും ഡോറുകളായാലും ഡെൻറ്റിങ് പുള്ളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതുമ്പോൾ നമ്മൾ ബോഡിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി പെയിൻറ്റിങ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സിൽവർ കളർ വണ്ടി ഇതേ വണ്ടി എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വണ്ടി ഇതേ ഫിനിഷിംഗ് ആയിട്ടാണ്. പ്രൈമർ കോട്ടെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഡോട്ടുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് പ്രൈമർ കോട്ടിങ് കഴിഞ്ഞു. ഫുള്ളായിട്ട് വണ്ടി ബോഡി ഷേപ്പിംഗ് ചെയ്തു. നല്ല അത്യാവശ്യ രീതിയിൽ നല്ല ഡെൻറ്റിങ് ഉള്ളൊരു വണ്ടിയായിരുന്നു. തുരുമ്പ് അങ്ങനെയുണ്ട്, പക്ഷേ ഡെൻറ്റിങ് ഇടിച്ച് കുത്തിയിട്ടുള്ള ഡെൻറ്റിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് നമ്മൾ കാണുന്നത്. ആ വണ്ടി ഇതേ ബോഡി ഷേപ്പ് ഡിക്കൊക്കെ കണ്ടല്ലേ
അതെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിനായി വണ്ടി.